നമസ്കാരം. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ കേരള പവലിയൻ തുറന്നത് ലക്ഷങ്ങൾ മുടക്കിയാണ്. കേരളത്തിലെ വ്യവസായ സാധ്യതകൾ വിവരിക്കുന്നതാണ് പവലിയൻ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ശേഷമുള്ള കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകളും ഫെബ്രുവരിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിന്റെ വിവരങ്ങളും കേരള പവലിയനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ദാവോസ് ലോക സാമ്പത്തിക ഫോറം ലോകത്തെ പ്രധാന നിക്ഷേപകർക്ക് മുന്നിൽ കേരളത്തെ പരിചയപ്പെടുത്താൻ അവസരമായെന്നും വ്യവസായ വകുപ്പ് വിലയിരുത്തി. പക്ഷേ ഇതൊക്കെ കേരളത്തിലേക്ക് നിക്ഷേപം എത്തിക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. ദാവോസിൽ ഒരു കരാറും കേരളത്തിന് ഒപ്പിടാനായില്ല. ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപ പദ്ധതികൾ സ്വന്തമാക്കി മഹാരാഷ്ട്ര കൈവരിക്കുന്നത് സമാനതകളില്ലാത്ത നേട്ടമാണ്. 9.30 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾക്കുള്ള ധാരണാപത്രമാണ് ഇതുവരെ ഒപ്പിട്ടത്. നിർമ്മിത ബുദ്ധി മേഖലയിൽ 10,000 കോടി നിക്ഷേപം തെലങ്കാനയും സ്വന്തമാക്കി. കേരളത്തിന് ഒരു നിക്ഷേപ കരാറിൽ പോലും ഒപ്പിടാൻ സാധിച്ചിട്ടില്ല. വെറും ചർച്ചകളാണ് വ്യവസായ മന്ത്രി പി രാജീവും സംഘവും നടത്തുന്നത്. ഈ ചർച്ചകൾ ഭാവിയിൽ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ മഹാരാഷ്ട്രയും തെലങ്കാനയും ദാവോസിൽ നിന്ന് തന്നെ നിക്ഷേപം ഉറപ്പാക്കുന്നുവെന്നതാണ് വസ്തുത. എന്തുകൊണ്ടാണ് കേരളത്തിന് അതിന് കഴിയാത്തതെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന നയമാണ് തൻ്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അത് ദാവോസിൽ ആരും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നതാണ് വസ്തുത. സാമ്പത്തിക ഫോറത്തിൽ ലോകത്തെ പ്രമുഖ കമ്പനികളുമായും നിക്ഷേപകരുമായും വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള കേരള സംഘം ചർച്ച നടത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ടാക്സി കമ്പനിയായ ഊബറിന്റെ ഫ്ലീറ്റീസ് വിഭാഗം ആഗോള മേധാവി പ്രദീപ് പരമേശ്വരൻ, സൗദി അറേബ്യയുടെ നിക്ഷേപ വ്യവസായ വികസന പദ്ധതികളുടെ ആസൂത്രണ ചുമതലയുള്ള റോയൽ കമ്മീഷൻ ഫോർ ജുബൈൽ ആൻഡ് യാംബു പ്രസിഡന്റ് ഖാലിദ് മുഹമ്മദ് അൽ സലീം, ഹൈനഗൻ സിഇഒ ഡോൾഫ് വാൻ ഡെൻ ബ്രിങ്ക്, ഗ്രീൻഗോ സിഇഒ അനിൽകുമാർ ഷെട്ടി, ജൂബിലന്റ് ഭാരതി ഗ്രൂപ്പ് സ്ഥാപകൻ ഹരി എസ് ഭാരതിയ, ഭാരത് ജോർജ് സിഇഒ നീലേഷ് തുംഗാർ തുടങ്ങിയവരുമായി ചർച്ച നടത്തി. ബെൽജിയം ആസ്ഥാനമായ AB InBevന്റെ ഇന്ത്യ പ്രസിഡന്റ് കാർത്തികേയ് ശർമ്മ, ഹിറ്റാച്ചി ഇന്ത്യ MD ഡോക്ടർ ഭാരത് കൗശൽ എന്നിവരുമായും പി രാജീവ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാം വാർഷിക സമ്മേളനത്തിനിടെ ഫോറം മേധാവികളുമായി മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ചർച്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി, MSME, ജൈവ വൈവിധ്യം, നൈപുണ്യ വികസനം, ഹരിതോർജ്ജം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാല സഹകരണത്തിന് കേരളം താൽപ്പര്യം അറിയിച്ചിരുന്നു. ദാവോസിൽ മഹാരാഷ്ട്ര 31 ധാരണാപത്രങ്ങളാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. വാഹനം, ഉരുക്ക്, പ്രതിരോധം, വൈദ്യുതി വാഹനം, പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജം, ഇലക്ട്രോണിക്സ് എന്നീ മേഖലകളിലാണ് നിക്ഷേപം. JSW, ടാറ്റ ഗ്രൂപ്പ്, സിയറ്റ്, SR റീന്യൂവബിൾസ്, ഭാരത് ഫോർജ്, വെൽസ്പൺ കോർപ്പറേഷൻ, റിലയൻസ് ഇൻഫ്ര, ഒലക്ട്ര ഗ്രീൻ ടെക് തുടങ്ങിയ കമ്പനികൾ മഹാരാഷ്ട്രയിൽ നിക്ഷേപിക്കും. മഹാരാഷ്ട്രയിൽ ഉരുക്ക്, പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജം, വൈദ്യുത വാഹനം, ലിഥിയം അയൺ ബാറ്ററി, സോളാർ സെൽ മൊഡ്യൂൾ, സിമന്റ്, അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് JSW ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ടാറ്റ ഗ്രൂപ്പ് 30,000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. SR റീന്യൂവബിൾസ് 8,000 കോടി, UPL 6,500 കോടി, പവറിൻ ഊർജ 15,300 കോടി, ഒലക്ട്ര ഗ്രീൻ ടെക് 3,000 കോടി എന്നിങ്ങനെയും ലക്ഷ്യമിടുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും സംഘവും വേൾഡ് ഇക്കണോമിക് ഫോറം ഉച്ചകോടിയിൽ വെച്ച് 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് കരാർ ഒപ്പുവെച്ചു. സി ഡാറ്റ സെന്റേഴ്സ് എന്ന കമ്പനി തെലങ്കാനയിൽ നൂതന AI ഡാറ്റാ സെന്റർ സ്ഥാപിക്കാനും കരാറായി. മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന IT മന്ത്രി ശ്രീധർ ബാബുവിന്റെ സാന്നിധ്യത്തിൽ കമ്പനി ഉന്നത ഉദ്യോഗസ്ഥരാണ് കരാർ ഒപ്പുവെച്ചത്. ഇത് 3,600 പേർക്ക് തൊഴിൽ നൽകും. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു 3ാം ദിവസവും അനേക വൻകിട വ്യവസായികളും ഉന്നത ഉദ്യോഗസ്ഥരുമായി നിക്ഷേപത്തിനുള്ള ചർച്ചകൾ തുടരുകയുമാണ്.